ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാദ ബിഹേവ് യുവർസെൽഫ്. എന്നെ കൊണ്ട് പറ്റില്ല. നവീൻ വിളിച്ചപ്പോ ഇവളെന്തിനാ ലോണിലേക്ക് പോയത്? തെന്നി വീണ ഇവളെന്തിനാ നവീന് നേരെ കൈ നീട്ടുന്നത്? എന്നിട്ട് അവിടെ കിടന്ന് കെട്ടിമറിയ. ഗാദമോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി, പോട്ടെ മോളെ. വാ. ഗാഥമാടോ സാറേ, നവീ സാറേ, ഞാൻ ഗാഥമാടത്തെ കണ്ടു. അത് ഞങ്ങളെല്ലാരും കണ്ടില്ലേ? അത് ഇവിടെ നിൽക്കുന്ന ഗാഥമാടത്തെയല്ലേ? ഞാൻ കണ്ടത് മുകളിൽ നിൽക്കുന്ന ഗാഥമാടത്തെയാ. മുകളിൽ നിൽക്കുന്ന ഗാദാമേടോ, അതാരാ? സാറ് വാ, ഞാൻ കാണിച്ചു തരാം. എടോ, തന്റെ ഈ അസുഖം മാറിയെന്ന് ഞാൻ വിചാരിച്ച. സോറി മാം. ഞാനും ഗാദി നമ്മളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാണിക്കുഞ്ഞ് പലപ്പോഴും പറയും, ഗാഥ മേഡത്തിനെ അവിടെ വെച്ച് കണ്ടു, ഗാഥ മേഡം നടന്നു പോന്ന് കണ്ടു എന്നൊക്കെ. മര്യാദയ്ക്ക് തന്നോട് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? താൻ സമ്മതിച്ചില്ല. പിന്നെ മാണിക്കുഞ്ഞ്, ഇനി താൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞ ഞാൻ തന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. സാറേ, ഞാനൊന്ന് പറഞ്ഞുകൊണ്ടരുത്. കേരള വണ്ടിയിൽ എന്തൊക്കെയാ സിനി കഴിഞ്ഞത്? എല്ലാം തകർന്നെന്ന് വെച്ചതാ മാം. പക്ഷേ സംസാര ശൈലിയൊന്നും ശരിയായില്ലെങ്കിലും കൃഷ്ണ നന്നായി ഹാൻഡിൽ ചെയ്തു. അതിനിടയിലാണ് മാണിക്കുഞ്ഞ് ഗാദമോളെ കണ്ടെന്ന് പറഞ്ഞത്. അവരാരും പോയി നോക്കാതിരുന്നത് ഭാഗ്യം. എന്തായാലും കഴിഞ്ഞു കിട്ടിയല്ലോ. അതെ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. ആ, ഇപ്പൊ തൽക്കാലം ഒന്ന് ശ്വാസം വിടാം. എന്നോട് ക്ഷമിക്കണം. ആ ഹീലുള്ള ചെരുപ്പിട്ടിട്ട് നടക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അയാളെ നിർബന്ധിച്ചിട്ടാ ഞാനത് ഇട്ടേ. വീണപ്പോ അയാൾ എന്നെ പിടിക്കുകയും ചെയ്തു. വീഴാൻ ഒരുങ്ങിയപ്പോ പിടിച്ചതല്ല, നീ നവീന്റെ കൂടെ കെട്ടി ഉരുണ്ട് മറിയുന്നതാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. അയാളായിട്ട് ഞാൻ എന്തിനാ കെട്ടി മറിയുന്നേ? എനിക്ക് വേറെ പണിയില്ലേ? കിട്ടിയ അവസരം നീ യൂസ് ചെയ്യായിരുന്നോടി. നിന്നെ പോലെ ഒരുത്തിക്ക് നവീനെ പോലെ ഒരാളുടെ അടുത്ത് നിക്കാൻ പോലും യോഗ്യതയുണ്ടോടി? എന്റെ വേഷം കിട്ടി നവീന്റെ അടുത്ത് നിന്നപ്പോ നിനക്ക് തോന്നിക്കാണും നീ എല്ലാം തികഞ്ഞവളാണെന്ന്, അല്ലേ? ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലാക്കാത്തെ? നീ ഇനി ഒന്നും പറയണ്ടടി. അയ്യോ, ഞാനുണ്ടല്ലോ. മോളെ, എന്തേ കാണിക്കുന്നേ? ഇവിടെ ഇന്ന് ഞാൻ വിടാനാ പറഞ്ഞേ. മമ്മി, ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവസരം കിട്ടിയ ഇവളെ പോലുള്ള സ്ത്രീകളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യും. Gotta behave yourself.
എന്നെ കൊണ്ട് പറ്റില്ല. നവീൻ വിളിച്ചപ്പോ ഇവളെന്തിനാ ലോണിലേക്ക് പോയത്? തെന്നി വീണ ഇവളെന്തിനാ നവീന് നേരെ കൈ നീട്ടുന്നത്? എന്നിട്ട് അവിടെ കിടന്ന് കെട്ടിമറിയ. മമ്മി അതൊക്കെ ഒന്ന് കാണായിരുന്നു. അവിടെ നിന്നതൊക്കെ കണ്ട എന്റെ ഫീൽ എന്തായിരുന്നു അറിയോ? മോളെ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. എടി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, യു ആർ ജസ്റ്റ് എ ടൂൾ എന്ന്. എന്റെ മമ്മി വില കൊടുത്ത് വാങ്ങിയ ഒരു ഉപകരണം മാത്രം. ഇനി ഒരു വട്ടം നീ നവീന്റെ നേരെ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. മൈൻഡ് ഇറ്റ്. മോളെ വന്നേ. കൃഷ്ണ, ഞാൻ എന്ത് ചെയ്തിട്ടാ അതിങ്ങനെ കിടന്ന് തുള്ളുന്നേ? പിന്നെ കെട്ടിപ്പിടിച്ച് ഉരുണ്ട് മറിഞ്ഞു പോലും. ഞാനെന്താ ആമ്പിള്ളേരെ കാണാതെ നടക്കാണോ? അല്ലെങ്കിൽ തന്നെ അതിന് കല്യാണം ഉറപ്പിച്ച ആളോട് എനിക്കെന്താ? താനൊന്ന് കൂളാവടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഗാഥ മാഡത്തിന്റെ കാര്യം. ആ, ഇത്ര നേരം എങ്ങനെ പിടിച്ചു നിന്നേന്ന് എനിക്ക് മാത്രമേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിന്റെ ഇടയില ഈ ചൊറിച്ചില്. അതെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും. അതൊക്കെ സിത്താര മാം ഓക്കെ ആക്കിക്കോളും. ഇനി ഗാഥ മാഡം കൃഷ്ണയെ ഒന്നും പറയില്ല. ഗാഥ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ മോളെ മുന്നോട്ട് പോകുന്നേ? മുന്നോട്ട് പോണ്ട. എനിക്കിതൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ടാ മമ്മി. എന്നിട്ട് കളരിക്കക്കാരുടെ കുടുംബത്തിന് മേലുള്ള ശാപത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കണം? നവീന്റെ കൂടെ ജീവിക്കുകയല്ലേ നിനക്ക് വേണ്ടത്, അല്ലാതെ നവീന് വേണ്ടി മരിക്കുകയല്ലോ. മോളെ, നിനക്ക് പകരം ആ മരണം സ്വീകരിക്കാനായിട്ടാണ് വില കൊടുത്ത് ഞാൻ അവളെ വാങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറിക്കൂടെ നിനക്ക്? മമ്മി പ്ലീസ് മോളെ. സോറി മമ്മി, നവീന്റെ കാര്യത്തില് ഞാൻ ഭയങ്കര സെൽഫിഷാ. അതുകൊണ്ടാ. എനിക്കറിയാം. കുറച്ചുനാള് നമ്മളിത് സഹിച്ചേ പറ്റൂ. കേട്ടോ മോളെ?